കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വളരെ പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഭവനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളോടും സൗഭാഗ്യത്തോടും കൂടി ഒത്തിരി വർഷങ്ങൾ നമുക്കതിനകത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ നമ്മളുടെ പലരും അത് വേണ്ട രീതിയിൽ ചെവിക്കൊള്ളുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ അപ്പോഴത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അവരുടെ സൗകര്യങ്ങളാണ് അവർ നോക്കുന്നത്. അവരുടെ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ളൊരു സൗകര്യം, അങ്ങനെ ഓരോ സൗകര്യങ്ങളനുസരിച്ച് വാസ്തുവിൻ്റെ നിയമങ്ങളൊന്നും നോക്കാതെ അവർ വീടുകൾ വയ്ക്കുന്നത്. ആ വീടുകളിൽ കുറച്ച് നാൾ താമസിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെ തേടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ വീടിന് വാസ്തുദോഷമുണ്ടെന്ന് പറയുന്നത്. എന്താണ് വാസ്തുദോഷം? വാസ്തുദോഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് വാസ്തുവിൽ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ ഭവനം നിർമ്മിക്കാൻ. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം നമുക്ക് 1 ഏക്കർ ഭൂമിയുണ്ട് വീട് വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1 ഏക്കർ ഭൂമിയിൽ നമുക്ക് വീട് വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം ഏതാണെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഏക്കർ ഭൂമിയെ നമ്മൾക്ക് ഈ 1 ഏക്കറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വീട് വയ്ക്കാനുള്ള ഇത് നമുക്കുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ 1 ഏക്കറിനെ കറക്റ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 4 കണ്ണങ്ങളായി തിരിക്കുക. കണ്ണങ്ങളായിട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഒരു സെൻറ്റർ ഇങ്ങനെ വന്ന് ക്രോസ് ഇങ്ങനെ വരുമ്പോൾ 4 പീസുകളാണ്. അപ്പം ഇത് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന, നമ്മൾ കിഴക്കോട്ട് നോക്കിയ കണ്ണത്തിൽ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു കോർണർ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ആ ഭാഗം നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയയാണ് തെക്ക് പടിഞ്ഞാറ്. 4 കണ്ണങ്ങളായിട്ട് തിരിക്കുമ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂല നമുക്ക് വീട് വയ്ക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് കൊള്ളാവുന്ന മറ്റൊരു ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണ്. ഈ 2 കണ്ണത്തിലും നമുക്ക് വീട് വയ്ക്കാനായിട്ട് വളരെ അനുയോജ്യമായിട്ടാണെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത് തിരഞ്ഞെടുത്ത് നമ്മുടെ സൗകര്യപ്രദമായിട്ട് തിരഞ്ഞെടുത്തു. ഇതെടുത്തതിന് ശേഷം ഇതിപ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ ഇതിൻ്റെ വാസ്തുവിൽ ആ ഒരു വാസ്തു മണ്ഡലം തിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് തെക്ക് വശം എപ്പോഴും സ്ഥലം കുറഞ്ഞായിരിക്കണം. തെക്ക് വശത്ത് ഒരുപാട് അധികം വളർച്ചയില്ലാത്തതും എന്നാൽ വളർച്ച ഉള്ളതുമായിട്ടുള്ള കുറ്റിച്ചെടികളായിട്ടുള്ള വൃക്ഷങ്ങൾ നമുക്ക് തെക്ക് വശത്ത് വെക്കാമെന്നുള്ളതാണ് ഫെങ്ഷുയിൽ വാസ്തുവിൽ പറയുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കണം. പടിഞ്ഞാറ് ഭാഗം പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ തെക്ക് വശം കുറച്ച് വേണം. അവിടെ കുറ്റിച്ചെടികൾ പോലുള്ള മരങ്ങളാകാം. പടിഞ്ഞാറ് വശത്ത് നല്ല ഉയരമുള്ള മരങ്ങളാകാം. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ശരിക്കും മുറ്റം വേണം. കിട്ടാവുന്നതിൻ്റെ മാക്സിമം മുറ്റം നമുക്ക് കിഴക്ക് ഭാഗത്ത് എടുക്കണം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കിഴക്ക് ഭാഗത്ത് ശരിക്കും മുറ്റമുള്ളവരെല്ലാം നല്ല സാമ്പത്തിക വളർച്ച ഉള്ളവരായിരിക്കും. എല്ലാന്ന് പറഞ്ഞാൽ 100 പേരെയും പറയുന്നില്ല, 99 പേർക്കും നല്ല സാമ്പത്തിക ഉയർച്ച ഉള്ളവരായിരിക്കും. നല്ല ശരിക്ക് മുറ്റമുള്ള വീട് സമ്പത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് ഇത് വാസ്തുവിൽ പറയുന്നത്. അതുപോലെ തന്നെ വടക്ക് നല്ല മുറ്റമുള്ളത് നമുക്ക് നല്ല എനർജി തരുന്നതാണ്. അതുപോലെ നമുക്ക് വാസ്തുവിൽ ചെയ്യേണ്ട. അപ്പോൾ ഇത് ഒരു വാസ്തുവിൽ പ്രകാരം ഈ ഭൂമി എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ തിരഞ്ഞെടുക്കുന്ന ഭൂമിയിൽ ഓരോ ദിക്കിലേക്കും ഇടേണ്ട മുറ്റങ്ങൾ ഏത് കണക്കിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ പറയുന്ന ഓരോ ദിക്കിലും ഓരോ ദൈവങ്ങളുണ്ടെന്നുള്ളതാണ്. അതിൽ കന്നിമൂലയിരിക്കുന്ന പിശാചാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. പിശാച് എന്ന് പറയുന്ന ഒരു അസുരനാണ്. ഈ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും വരാൻ പാടില്ല. നെഗറ്റീവ് എനർജി വന്നാൽ ഒത്തിരി ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ എപ്പോഴും ഗൃഹനാഥനും നാഥയ്ക്കും ഉള്ള ബെഡ്റൂമായിട്ട് ആ ഭാഗം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിട്ട് ഫെങ്ഷുവിൽ വാസ്തുവിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗ്നിക്കോണിൽ അടുക്കള ചെയ്യാനായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. ഈശാൻ്റെ സങ്കല്പമുള്ള സ്ഥലമാണ്. ഈശാന കോണിൽ നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉള്ള മുറിയായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നമുക്ക് പ്രധാന ഡോർ കൊടുക്കാം. അങ്ങനെ വാസ്തുവിൽ കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ കറക്റ്റ് മദ്യം എടുക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ബ്രഹ്മസൂത്രം എന്ന് പറയും. ആ ബ്രഹ്മസൂത്രം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഈ ഫ്രണ്ടിൽ നിന്നിട്ടൊരു എനർജി പാസ് ചെയ്ത് ബേക്കിലൂടെ കടന്നു പോകുന്ന രീതിയിൽ അവിടെ ഒരു ഹോൾ അല്ലെങ്കിൽ ജനൽ വാതിലുകൾ വെച്ച് ക്രമീകരിക്കണമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും.
അപ്പം ഇത്തരം ഇത് ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന കാര്യം നോക്കാം. അതുപോലെ തന്നെയാണ് യമസൂത്രം എന്ന് പറഞ്ഞിട്ട് തെക്ക് വടക്ക് ഇത് മധ്യഭാഗത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെയും ബ്ലോക്കുകളൊന്നും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബ്രഹ്മസൂത്രത്തിനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ വാസ്തുവിൻ്റെ കുറേ നിയമങ്ങൾക്ക് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്ത് പോകാം. അത് കണക്ക് വീടിൻ്റെ മൊത്തത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഏത് ചിത്രങ്ങളാണ്, ബാല്യമാണോ, യൗവനമാണോ, കൗമാരമാണോ, വാർദ്ധക്യമാണോ, മരണമാണോ, അങ്ങനെ ഇത് ഏത് ചുറ്റളവാണെന്ന് നോക്കുക. അതിൽ ഏറ്റവും ഉത്തമമായ ചുറ്റളവിലേക്ക് വീടിനെ കൊണ്ടുവരാം. അങ്ങനെ വാസ്തുവിൻ്റെ നിയമങ്ങളനുസരിച്ച് നമുക്ക് വീട് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വീട് അല്ലെങ്കിൽ വീട് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പം നമുക്ക് വാസ്തുവിൻ്റെ നിയമങ്ങളനുസരിച്ച് വീട് വെച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും തരും. നമ്മുടെ വിഷയം ഇവിടെ അതൊന്നുമല്ല. നമ്മുടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സമുണ്ടാകുന്നു, മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാവുന്നു. വീടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഇപ്പോൾ തൊഴിൽപരമായിട്ടൊരു മെച്ചമില്ല, സാമ്പത്തികമായിട്ട് മെച്ചമില്ല, ഇതിനകത്ത് വന്നു കയറിയ ശേഷം മൊത്തം ആരോഗ്യ പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ വാസ്തു എന്നൊരു കാര്യമുണ്ടെന്നും അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അപ്പോഴാണ് ഒരു വാസ്തുവിനെ കാണുന്നത്. ഈ വാസ്തുവിനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരതിൻ്റെ നിർദ്ദേശം തരുന്നത് അത് റൂമിൻ്റെ ഉത്തമമായിട്ടുള്ള ചുറ്റളവിലേക്ക് കൊണ്ടുവരിക. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നതിൽ നിൽക്കുന്ന റൂം നിങ്ങൾക്ക് ഉത്തമമല്ല, അവിടെ അടുക്കള വരാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ബെഡ്റൂം വരാൻ പാടില്ലായിരുന്നു, അത് നിങ്ങൾ പൊളിച്ചു മാറ്റി പുതിയൊരു റൂം അവിടെ പണിയുക. അങ്ങനെയുള്ള രീതിയിലേക്കാണ് വാസ്തു അത് കറക്റ്റ് ചെയ്യുന്നത്. അതേ കറക്ഷൻ തന്നെ ഒരു ഫെങ്ഷി കൺസൾട്ടൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടോ സിംബോളിക്കായിട്ടോ ആ വീടിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർ ഇന്ന് ഫെങ്ഷി ഇഷ്ടപ്പെടാനായിട്ടൊരു കാരണമായി തീർന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നത്തിലുള്ള ഒരു ഭവനമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ അവർക്ക് പൊളിച്ചു മാറ്റുന്ന അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു രീതിയെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഫെങ്ഷി പൊളിച്ചു മാറ്റാതെ റെമഡികൾ ചെയ്യും. അപ്പോൾ അവർ ഫെങ്ഷി ഇഷ്ടപ്പെടാൻ തുടങ്ങും. ചിലവോ മറ്റതിനെക്കാട്ടി വളരെ വളരെ കുറവാണ് ചിലവ്. കാരണം ഇന്നൊരു റൂം വയ്ക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം ലക്ഷങ്ങൾ ചിലവാണ്. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് 2020 കിഴക്ക് ഭാഗത്ത് വരുന്ന ഒരു റൂമിൽ, കിഴക്ക് ഭാഗത്ത് വരുന്ന ദർശനമുള്ള വീടുകളിൽ 5 എന്ന് പറയുന്നൊരു നക്ഷത്രം അവിടെ വരുന്നുണ്ട്. ആ 5 എന്ന് പറയുന്ന ടോട്ടൽ ലോസ് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കവിടെ ഉണ്ടാകുന്നുണ്ട്. ഫെങ്ഷുയിൽ ഇത്തരത്തിലുള്ള ഒരു 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ആ ദിക്കിൽ നിന്ന് കുറച്ച് മണ്ണ് ഈ ഇതിനകത്തോട്ട് എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഇതിനെ പ്രോഗ്രാം ചെയ്ത് കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്ന ദോഷത്തെ 5 എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ദോഷത്തെ പരമാവധി കുറയ്ക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ റൂമിൽ വരുന്ന നക്ഷത്രങ്ങൾ ഫെങ്ഷുയിലൂടെ ഏതാണെന്ന് മനസ്സിലാക്കാം. ആ നക്ഷത്രങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനും സാധിക്കുന്നതാണ്. അതുപോലെ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2020 ഫെബ്രുവരി മാസം 9-ാം തീയതി കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഫെങ്ഷുയുടെ ഒരു 1 ഡേ ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇതിൽ ഫെങ്ഷു എന്താണെന്നും അതെങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിനെങ്ങനെ റെമഡി ചെയ്യാമെന്നുള്ളതും അതിനെ എനർജൈസ് ചെയ്യുന്നതും പിന്നെ ടൂൾസ് എവിടെയൊക്കെ കിട്ടും, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫെങ്ഷുയുടെ എല്ലാ ടൂൾസുകളും കൺസൾട്ടിങ്ങിനും നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.